തെയ്യാട്ടക്കാവുകളിൽ തെയ്യങ്ങളുടെ കാൽച്ചിലമ്പുകൾ മന്ത്രിച്ചു തുടങ്ങി. ചെണ്ടയുടെ ദ്രുതതാളങ്ങൾ ഉച്ചസ്ഥായിയിൽ ഉയരുകയായി. പക്ഷേ അപ്പോഴേക്കും ആ പെരുവണ്ണാൻ്റെ ഉള്ളിൽ മേലേരി എരിഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ്റെ ഉള്ളം ആ കനലിൽ ചുട്ടുപഴുത്തിരുന്നു. എന്റെ പൈതങ്ങളെ, വാക്കായും നോക്കായും കാവലായും എന്റെ പൈതങ്ങളുടെ കൂടെ ഈ അമ്മ ഉണ്ടാവും കെട്ടുവാ. എന്റെ പൈതങ്ങളെ, കൂറ്റ് അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. കനലാഴം ശബ്ദനാടകം. പെരുവണ്ണാനെ, പെരുവണ്ണാനെ, പെരുവണ്ണാൻ ഇല്ലേ ചീരോണ്ടാട്ടാ? ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരിക്കലും കൂടി വിളിച്ചോക്കല്ലേ. പെരുവണ്ണാനെ. ഓയ്, അല്ല ഇതാരി ചീരോണ്ടാട്ടോ? അശോക, എന്തുണ്ട്? ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായില്ല. ഈ മീനത്തിലാന്ന് കോട്ടത്തെ കളിയാട്ടുന്നു. എനക്ക് അറിഞ്ഞൂടെപ്പാ. പെരുവണ്ണാനെ, കാര്യങ്ങൾ മുഖവരില്ലാതെ അങ്ങോട്ട് പറയാം. ഇനി മുതൽ നിങ്ങളെ മോൻ ഹരിദാസൻ ഈടെ തെയ്യം കെട്ടണ്ട. ഈടെ മാത്രല്ല, ചായൊത്തും മാട്ടുമ്പലും കണിയന്നിലും ഒന്നും ഓൻ തെയ്യം കെട്ടണ്ട എന്നാണ് കമ്മിറ്റിക്കാരെ തീരുമാനം, അല്ലേ? എന്റെ പരിദേവത, ഇങ്ങെന്തെന്നാപ്പ ഈ പറയുന്നു? ഓന വിലക്കാൻ മാത്രം ഓനെന്തെന്നാപ്പ ചെയ്തിനി? പെരുവണ്ണാനെ, നിങ്ങളെ മോനെ ശ്രദ്ധിച്ചിനാ? ഇപ്പായിട്ട് ഓൻ്റെ പെരുമാറ്റം നിങ്ങൾ കണ്ടിനാ? കൈക്കും കാക്കും കളറും വാരിപ്പൂശി ഒരു പെണ്ണിനെ പോലെ നടക്കുന്നവനും ഈടെ ഇനി മുതൽ തെയ്യം കെട്ടണ്ട. ഒരു ആണും പെണ്ണും കെട്ടോൻ. എന്റെ മോനായതുകൊണ്ട് പറയുന്നല്ല. ഓനെപ്പോലെ തെയ്യം കെട്ടാൻ പറ്റുന്ന വേറെ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അടിയോരെ? ഓൻ പരിദേവതനെ കെട്ടിയാൽ ആ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയാന്ന്. അത് നിങ്ങൾക്കും അറിയില്ലേപ്പാ. അതെല്ലാം ശരി തന്നെ. പക്ഷെ ഇനി മുതൽ ഓനിക്കോട്ടത്ത് തെയ്യം കെട്ടണമെങ്കിൽ ഓനോടൊരാണായി നടക്കാൻ പറ. എന്റെ പരിദേവതേ, ഞാനെന്തായാലും ചെയ്യുക. നിങ്ങ എന്തെന്നാ ഇപ്പൊ ഈ പറയുന്നത്? എന്റെ മോനെ കൊണ്ട് തെയ്യം കെട്ടിക്കണ്ടാന്നാ? ഓന്റെ 8ാം വയസ്സിൽ തുടങ്ങിയതാ ഓനി തെയ്യം കെട്ടല്. നിങ്ങയല്ലേ ഓന്റെ ഗുരു? കുഞ്ചിരാമ പെരുവണ്ണാനാക്കാൻ മോൻ വളർന്നു നിങ്ങക്ക് തോന്നി തുടങ്ങിയ? പെരുന്തച്ഛന് സ്വന്തം മോനോട് തോന്നിയ പോലെ നിങ്ങൾക്കും തോന്നിയാ? നീ എന്തെന്നാ പറയുന്നിപ്പാ? എനക്കെന്റെ മോനോട് അസൂയ. നമ്മളെ കുഞ്ഞിനെ നാലാളറിയാനും ആചാരപ്പെടാനും മാത്രമേ ഞാൻ ആശിച്ചിട്ടുള്ളൂ. അപ്പന്റെയും എന്റെയും പാരമ്പര്യം കാക്കാൻ പരിദേവത തന്നതാനക്ക്. എന്റെ കുഞ്ഞ് ആണും പെണ്ണും കെട്ടോനാന്ന് പോലും തെയ്യം കെട്ടിക്കൂടാന്ന് കോട്ടത്തിന് ദോഷം പോലും. ഇത്രയും കാലം ഭഗവതിനെ സേവിച്ചേന് എന്റെ മോന് കിട്ടിയ കൂലി അല്ലേ? ഓൻ ആണും പെണ്ണും കെട്ടോനത്രേ. ഓൻ കെട്ടിയാടുന്ന ഭഗവതിന്റെ മുമ്പിൽ വേറൊരു ഭഗവതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുവാ? എന്നിട്ടും പറയുന്നു എന്റെ മോൻ ആണല്ലെന്ന്. പെറ്റ വയറിന്റെ ദണ്ണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എനക്ക് ദണ്ണൂല്ലാന്നാ നീ പറയുന്നത്? ഓനെല്ല കോട്ടത്തുനിന്നും വിലക്കി. ഹരിദാസപ്പെരുവണ്ണാന നാട് വിലക്കി. അത് കേട്ടപ്പോ മുതൽ എന്റെ തടി വെറുക്കുന്നതാണീ. ഒരച്ഛന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുമ്പോ ഞാൻ ഞാൻ ഒന്നല്ലാണ്ടായിപ്പോയി. എന്റെ മോൻ
ആണും പെണ്ണും കെട്ടാനത്ര ശിഖണ്ഡി അല്ലേ? ഓനെ പെറ്റുപോറ്റിയ ഓന്റെ അമ്മയാ ഞാൻ പോവാ അടിയാരടുത്ത്. ഉറക്കാല് ഞാൻ പിടിക്കാം. എന്തിനി ഓനെന്ന ഇള്ള കുഞ്ഞിയാ? ഓനെന്തിനാപ്പാ ഈ വേഷം കെട്ടി നടക്കുന്നത്? ഓരെല്ലാം പറയുന്നതാ ഇപ്പൊ കുറ്റം. ഹരിയേട്ടാ, എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മടുത്തു. നാട്ടിലെ വർത്താനം ഞാനും കേട്ടിനി. ഹരിദാസപ്പെരുവണ്ണൻ്റെ ഭഗവതി കെട്ടിപ്പുറപ്പെട്ടാൽ എൻ്റെ അച്ഛൻ ഓറും വലിയ പെരുണാനാണ് പറഞ്ഞിട്ടെന്ന കാര്യം. ഇങ്ങനെ തോത് നിൽക്കുന്ന കാണുമ്പോൾ വലിയവർക്ക് കിട്ടുന്നതിനെ കാണി സ്ഥാനം നിങ്ങൾക്ക് കിട്ടുന്ന കാണുമ്പോൾ ഉള്ള തോന്നിയ മോഹങ്ങളോട് ഹരിദാസപ്പെരുവണ്ണാനാണ് എൻ്റെ മോളെ മംഗലം കഴിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ സന്തോഷിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നിനേനു. പക്ഷെങ്കിൽ എനിക്ക് തെറ്റിപ്പോയി. ഞാനും ഒരു പെണ്ണാണ്. എനിക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ, ഞാൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാം ഭാമേ, എൻ്റെ പരദേവത നിന്നെ ഇളക്കി തരുമ്പം ഞാനും ഏറെ സന്തോഷിച്ചിനി. നിന്നെ പോലൊരു പെണ്ണിനെ കെട്ടിയപ്പോൾ ഞാൻ അഭിമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പം നിന്നെ കാണുമ്പം എൻ്റെ ഉള്ളില് ഒരമ്മക്ക് തോന്നുന്ന വാത്സല്യ നിന്നോട് തോന്നുന്നു. എന്നാ അതിന് പറയല്ലേ ഭാമേ? എങ്ങനെയാ അത് പറയേണ്ടത്? ഒരു തരം വിങ്ങലാണ് ഭാമേ. അതെങ്ങനെയാന്ന് എനിക്ക് പറഞ്ഞു തരുക? എനിക്കറിയില്ല. നിന്നെ എനിക്ക് വേറൊരു തരത്തിൽ കാണാൻ കഴിയുന്നില്ലപ്പ. ഞാൻ എൻ്റെ മനസ്സിനോട് എന്നെ കുറേ പറഞ്ഞു. കഴിയത്തില്ല ഭാമേ, തോറ്റുപോയിടോ ഞാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാന്നിടാ അല്ലേ? ഹരിദാസപ്പെരുവണ്ണാൻ്റെ ഭാര്യാവധവി ഒരലങ്കാരായി കൊണ്ട് നടക്കാനാ കയ്യിലാനക്കിനി. അമ്മേ, ഞാൻ ഈ വീട്ടിൽ ആരാന്ന്? എന്നാണേ നീ ഇങ്ങനെല്ലാം പറയുന്നത്? നീ എൻ്റെ ഹരീൻ്റെ ഓള്, ഓൻ കഴിച്ചോണ്ടെന്ന പെണ്ണ്, അല്ലാണ്ട് പിന്നെ? ആന്നാമേ, എന്നെ താലി കെട്ടിക്കൊണ്ടുവന്നുള്ളത് ശരി തന്നെ. പക്ഷെ ഇന്നേ വരെ എന്നെ ഒരോളായിട്ട് ഹരിയേട്ടൻ കണ്ടിട്ടുണ്ടാ? ഞാനും ഒരു പെണ്ണാണ്. എനക്കും ഉണ്ടമ്മേ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആശ. എൻ്റെ മോളെ, നിന്നെ ഓൻ പൊന്നു പോലെയല്ലേ നോക്കുന്നത്. നിനക്കൊരു കുറവ് കൂടെ വരുത്തുന്നില്ലല്ലപ്പാ. പൊന്നുപോലെ എന്നൊരു മോളായിട്ടാന്ന് പോലും ഹരിയേട്ടൻ കാണുന്നു. മോളോടുള്ള വാത്സല്യം കരുതലും ഞാനും ആദ്യമൊന്നും കാര്യമാക്കിയിട്ടപ്പാ. പക്ഷെ ഇപ്പം എനിക്കതൊരു ഭാരമായിട്ട് തന്നെയാ തോന്നുന്നു. ഓർക്കെന്നോട് സ്ത്രീ സഹജമായ വാത്സല്യം. അപ്പം പറഞ്ഞ പോലെ ഒരാണും പെണ്ണും കെട്ട രൂപം. കഴിവ് കെട്ടവനായ ഒരാളോളായിട്ട് എനിക്ക് അഭിനയിച്ച് മടുത്തു. എന്നെ ഇനി എന്നൊരോളായിട്ട് ഹരിയേട്ടനെ കാണാൻ പറ്റുന്നോ അന്നേ ഞാൻ ഇനി ഇങ്ങോട്ടേക്കില്ലു. എന്തെന്നാ ഞാൻ ചെയ്യുവാ? ഹരിദാസൻ പെരുവണ്ണ 18ാമത്തെ വയസ്സിൽ വാഴ്ന്നവരുടെ കയ്യിൽ നിന്ന് പട്ടും മളയും വാങ്ങിയവനാന്നു. ഹരിദാസൻ പെരുവണ്ണാൻ്റെ ഭഗവതീനെ കണ്ടാൽ മാലോകര് മുഴുവൻ എണീറ്റ് നിന്നിട്ട് തൊവ്വും. ഏടെ ഭഗവതി തെയ്യം കെട്ടണമെങ്കിലും ഹരിദാസൻ പെരുവണ്ണാൻ തന്നെ പോകണം. അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട്. കുഞ്ഞിരാമ പെരുവണ്ണേനേക്കാളും ഹേമനാന്ന് മോനെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ചീതം കയറും. ആ ഹരിദാസൻ പെരുവണ്ണാനാണ് ഈ പൂരി വിലക്ക്.
ഇനി മുതൽ ഒരു കോട്ടത്തും തെയ്യം കെട്ടണ്ട പോലും. ആണും പെണ്ണും കെട്ടാൻ തെയ്യം കെട്ടിയാൽ കോട്ടത്തിന് ദോഷാണെന്ന് അല്ലേ ബാലു? ഞാൻ ആണും പെണ്ണും കെട്ട അല്ല, നിങ്ങളുടെ ഭാഷയിൽ ശിഖണ്ഡി അല്ലേടാ ബാലു? ഹരി, നീ എന്തെന്നറ ഇങ്ങനെ? ഞാനും കുറച്ചായി ശ്രദ്ധിക്കുന്നു. നീ ഒരുപാട് മാറിപ്പോയി. എല്ലാവരും നിന്നെ പരിഹസിക്കുന്നത് കാണുമ്പോൾ എനക്കും നല്ല വിഷമമുണ്ട് കേട്ടാ. എടാ, നിന്റെ രൂപവും ഭാവവും എല്ലാം പെണ്ണുങ്ങളെ മാതിരിയായി. നിനക്ക് എന്നാണ് പറ്റിയേ? എടാ, നീ ആ പഴയ ഹരിയാവണം, ഹരിദാസൻ പെരുവണ്ണൻ. നീ കെട്ടുന്ന തെയ്യങ്ങൾക്ക് എനിക്ക് മുഖത്തെഴുതണം. നിന്റെ ഭൗതിൻ്റെ തോറ്റം എനിക്ക് ഇനിയും ഏറ്റു ചൊല്ലണം. അറിയില്ല ബാലു, എനിക്ക് എന്തെന്നാ പറ്റിയെന്ന്. എൻ്റെ മനസ്സും ശരീരവും അത് മറ്റെന്നോ ആവാൻ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം തോന്നുന്നു. എൻ്റെ ചിന്തകൾ വരെ എന്തെല്ലോ ആവുമെന്ന്. എടാ, ചില സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. നിന്റെ ഈ പ്രാന്ത് പറച്ചിലൊന്നും നിർത്തുന്നുണ്ടോ നീ? നീ മംഗലം കഴിച്ചോണ്ടെന്നൊരു പെണ്ണുണ്ട് നിന്റെ ഒപ്പരം. അതെന്താ നീ മറന്നു പോന്ന്? ബാലു, ഞാൻ ഇന്ന് വരെ ഓളെ മേത്ത് പോലും തൊട്ടിട്ട. എനക്കത് പറ്റൂല ബാലു. ഓളെ എനക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലപ്പാ. ഓൾ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനക്കതിൽ സന്തോഷമില്ലു. ഓള് രക്ഷപ്പെടട്ടെ. ബാലു, നീ ഓക്കൊരു ജീവിതം കൊടുക്കണം. ഓള് പാവ, വെറും പാവം, ഒരു പൊട്ടിപ്പെണ്ണ്. അല്ലേലും നീ തന്നെയല്ലേ ഓളെ കെട്ടേണ്ടിയിരുന്നത്? സ്വന്തം ഇഷ്ടത്തെ കൂട്ടുകാരനെ പണയം വെച്ചാനല്ലേ നീ? നിന്റെ സ്നേഹം സ്വന്തം കൂട്ടുകാരനെ പണയം വെച്ചപ്പോ നീ ഉള്ളിൽ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും അല്ലേടാ ബാലു? ഓള് നിന്റെ പണ്ടാണ്, നിന്റെ മാത്രം പണ്ടാണ്. ഹരി, ബാലു, ബാലചന്ദ്രൻ, എപ്പോ ഏടിയും നീ രണ്ടാമനായിരുന്നു. എത്രയോ കഴിവില്ലവനാണ് നീ, നിനക്കറിയാം. ഒരുപക്ഷെ ഹരിദാസൻ പെരുവണ്ണാൻ്റെ ശാന്തസ്വരൂപിയായ ഭഗവതിനെക്കാളും നാട്ടുകാർക്ക് പ്രിയം ബാലചന്ദ്രൻ പെരുവണ്ണാൻ്റെ ഉഗ്രരൂപിയായ പുതിയോതിയായിരിക്കും. എന്നിട്ടും എന്നും നിനക്കെൻ്റെ പുറകിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ടല്ലേടാ ജീവന് തുല്യ സ്നേഹിച്ച പെണ്ണിനെ നീ എനിക്ക് വിട്ടു തന്നത്. എടാ, ഭാമയെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് സത്യമാണ്. പക്ഷേ നിന്നെയാണ് ഓൾ ഇഷ്ടപ്പെടുന്നതെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പൂർണ്ണ മനസ്സോടെ ഞാനത് അംഗീകരിച്ചു. എൻ്റെ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ ഈ ലോകത്ത് ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്നതും ബഹുമാനിക്കുന്നതും നിന്നെയാണ്. ഹരി, നീയൊരു കടലാണ്. ഞാൻ വെറും തോണിക്കാരൻ. പക്ഷേങ്കിലേ എനക്കെൻ്റെ പരദേവതനെ കെട്ടാണ്ടിരിക്കാൻ പറ്റൂല ബാലു. ഭഗവതിനെ കെട്ടിയിട്ട് അതോടുകൂടി മരിക്കണം എന്നാ എൻ്റെ പ്രാർത്ഥന. എനിക്ക് കെട്ടണം, എൻ്റെ പരദേവതനെ എനിക്ക് കെട്ടണം, എനിക്ക് കെട്ടണം. നാട്ടുകാരുടെ മുന്നിൽ ഇനി ഒരു പരിഹാസ്യ കഥാപാത്രമാവാൻ എനിക്ക് കഴിയൂലപ്പാ. ഒരു കോമാളിയാവാൻ എനിക്ക് കഴിയില്ല. കേൾവി കേട്ട കുഞ്ഞിരാമ പെരുവണ്ണൻ്റെ മോൻ ഇനി മുതൽ ഒരു തെയ്യക്കോലവും കെട്ടുന്നില്ല. ഹരിദാസ പെരുവണ്ണൻ ഇനി ഒരു കോട്ടത്തും തെയ്യം കെട്ടൂല. എന്തിനാടാ നീ പറയുന്നത്? ഇത്രയും കാലം നീ ഉപാസിച്ച പരദേവതന പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുവാ? അല്ലേലും
ഓരൊക്കെ പറയുന്നതാ കുറ്റം. നിന്റെ ഈ കോലം എന്തെന്നാടാ? കുറച്ച് നാളായി ഞാനും നിരീക്കുന്നു. നിന്റെ ഒരു നടത്തവും മയക്കും നിന്നെല്ലാം ഒന്ന് കണ്ണു മീച്ച് പേടിപ്പിച്ചിട്ടില്ല. അതിന്റെ കുറവായത്. എല്ലാം എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതല്ലേ അപ്പ? ഹരിദാസ പെരുവണ്ണാൻ നാളെ മാലോകർക്ക് പറഞ്ഞു ചിരിക്കാൻ മാത്രമല്ല ഒരു ശാപജന്മായി. പക്ഷേ അവസാനായിട്ട് എനക്കൊരിക്കൽ കൂടി എന്റെ പരദേവതനെ കെട്ടണപ്പ. എന്റെ പരദേവതനെ കെട്ടണം. അതിന് എല്ലായിടത്തുനിന്നും എന്നെ വിലക്കിയില്ലേ മോനെ. എന്റെ പരദേവത ഞാൻ എന്തെന്നാ വേണ്ട? ഇല്ലമ്മേ, ഈടാ ഈ തറവാടിന്റെ മുറ്റത്ത് ഞാൻ എൻ്റെ അവസാനത്തെ തിരുമുടി ഉയർത്തും. എൻ്റെ അപ്പനും അമ്മക്ക് മുന്നിൽ ഈ മോന്റെ താളം പഠിച്ചിട്ടില്ലാന്ന് എനക്ക് തെളിയിക്കണം. കുഞ്ഞിരാമ പെരുവണ്ണാന്റെ പാരമ്പര്യം കാക്കണ്ടോന്റെ അവസാനത്തെ ഉറഞ്ഞാടല് 8-ാം വയസ്സിലാണ്. അല്ലേപ്പാ, 8-ാം വയസ്സിലല്ലേ അപ്പൻ എൻ്റെ മുഖത്ത് എഴുതിയത്? അതേ അപ്പൻ്റെ കൈ കൊണ്ടല്ലാവട്ടെ ഈ അവസാനത്തെ മുഖത്തെഴുത്തും. നാട്ടുകാരെ മുഴുവനും വിളിക്കണം, അവരും കാണട്ടെ ഹരിദാസ പെരുവണ്ണാന്റെ തെയ്യാട്ടം, ഈ അവസാനത്തെ തെയ്യാട്ടം. ഭഗവതി കോലം കെട്ടുമ്പോ ആ ഭഗവതിമാരെ എല്ലാം വായിക്കുന്നത് എൻ്റെ ശരീരത്തിലേക്ക് മാത്രമല്ല എൻ്റെ ആത്മാവിലേക്ക് കൂടിയായിരുന്നു അപ്പ. അത് ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ആ മാതൃഭാവാന്ന് എൻ്റെ ഉള്ളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത്. അതൊന്നും ആർക്കും പറഞ്ഞാൽ തിരിയില്ല. എൻ്റെ ഭഗവതി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടിപ്പാ. അമ്മേ, മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ഇങ്ങനെ ഒരു പടി ജന്മം നൽകിയ എൻ്റെ അമ്മക്ക് ഈ മകന്റെ പ്രായശ്ചിത്തം. കുഞ്ഞിരാമ പെരുവണ്ണാന്റെ പേരിനും പെരുമക്കും കോട്ടം തെട്ടിച്ചതിനും മാപ്പ്. ഇതാ കണ്ടില്ലേ, ഇതാ നോക്ക്, എൻ്റെ ഭഗവതി എന്നെ വിളിക്കുന്നത്, എൻ്റെ പരദേവതേ. എന്റെ പരിദേവതേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഹരി ഹരി കുറച്ച് വെള്ളം എടുക്കാറില്ല. മുഖത്താകെ കത്തീനി, മുഖൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിനെ കൊണ്ടോടില്ല. വെള്ളമാനി കൊടുക്കും, വെള്ളമാനി. എന്റെ പൊന്നുമോനെ, എന്റെ ദൈവേ. എങ്ങോട്ടാ എല്ലാരും ഓടുന്നത്? എന്താ പറ്റിയേ? എന്റെ കുഞ്ഞിക്ക് എന്താ പറ്റിയത്? എന്റെ മോനെ, എന്റെ പൈതങ്ങളെ, വാക്കായും നോക്കായും കാവലായും എന്റെ പൈതങ്ങളുടെ കൂടെ ഈ അമ്മ ഉണ്ടാവും കേട്ടുവാ. എന്റെ പൈതങ്ങളെ, കനലാഴം ശബ്ദനാടകം. രചന ബിജു പെരുഞ്ചെല്ലൂർ. സംവിധാനം നന്ദാദാസ്. പോസ്റ്റർ ആൻഡ് എഡിറ്റിംഗ് അരുൺ PG. ആമുഖ ശബ്ദം കൃഷ്ണപ്രസാദ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഹരിദാസൻ രമേശൻ തെക്കടവൻ, കുഞ്ഞിരാമൻ ശാന്തകുമാർ പരിയാരം, ബാലു വിലാസ് പോള, ചിരുകണ്ഠൻ ഷൈജു PP, അശോകൻ ഉണ്ണികൃഷ്ണൻ പരിയാരം,
ഭാമ ഷിബ രമേശ്, നാണി നന്ദാദാസ്.